നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. രാംലല്ലയ്ക്ക് ശേഷം കൃഷ്ണലല്ല വരാൻ പോകുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്രവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ബാബറി മസ്ജിദിന്റെ ഡെമോളിഷനും എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഇനി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഡിസംബർ 6 മധുരയിൽ കർസേവ നടക്കും എന്നാണ് നിലവിൽ സന്യാസിമാരുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മധുരയിലെ കൃഷ്ണ ജന്മഭൂമി, ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് എന്നിവയെ ചൊല്ലിയുള്ള വിവാദത്തെക്കുറിച്ച് സന്യാസിമാർ ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. മധുരയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ രാജ്യമെമ്പാടുമുള്ള സന്യാസിമാർ ഡിസംബർ 6 മധുരയിൽ കർസേവ നടത്തും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പരിപാടിയിൽ കൃഷ്ണലല്ലാഹ് മായെങ്കെ മന്ദിർ വഹി ബനായെങ്കെ, രാമജന്മഭൂമിക്ക് ശേഷം കാശിയുടെയും ഇനി മധുരയുടെയും ഊഴമാണ് തുടങ്ങിയ ആക്രമണാത്മക മുദ്രാവാക്യങ്ങളാണ് സന്യാസികൾ വിളിച്ചത് എന്നാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി യോഗി അനുമതി നൽകിയാൽ ജീവൻ നൽകാനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് സന്യാസിമാർ പ്രധാനമായും പറയുന്നത്. ചിത്രഗുപ്ത പീതാധീശ്വർ സ്വാമി സച്ചിദാനന്ദ മഹാരാജ് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുമതി നൽകണം. ശ്രീകൃഷ്ണന്റെ ഒരു വലിയ ക്ഷേത്രം പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ ജന്മഭൂമിയിലേക്ക് മാർച്ച് ചെയ്യും. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മോചിപ്പിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ആഘോഷിക്കൂ. നമ്മുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് പോലും ഞങ്ങൾ കൃഷ്ണനെ മോചിപ്പിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.